ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഇന്നലെ പറഞ്ഞില്ലായിരുന്നു ഇന്ന് നമുക്ക് ദോശയുടെ എങ്ങനെയാണ് കൂട്ട് റെഡിയാക്കണമെന്ന്. അപ്പം ഞാൻ ഇന്നത് നിങ്ങളെ കാണിക്കാൻ പോവുകയാണ് കേട്ടോ. ആദ്യം നമ്മൾ ഒരു പാത്രം എടുക്കുക, എന്നിട്ട് അതിലേക്ക് ഇത്രയും ഗോതമ്പ് മാവ്, ഒരു ബൗൾ ഗോതമ്പ് മാവ് ഇതിലേക്ക് വെക്കുക. പിന്നെ അതിന് ശേഷം ഒരു ബൗൾ മൈദ ഇത്ര എടുക്കുക. പിന്നെ അതിന് ശേഷം അതിനാവശ്യമുള്ള ഉപ്പ് കേട്ടോ. ഇത്രയാണ് ഉപ്പ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടം കേട്ടോ. ഞാൻ ഇത്ര ഉപ്പ് എടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടുന്നത് ലേശം ഷുഗർ എടുക്കുന്നുണ്ട് കേട്ടോ. ലേശം ഷുഗർ, അതേ അളവിൽ തന്നെ ലേശം ഷുഗർ എടുക്കണേ. അല്ല, അതെടുത്തു. പിന്നെ വേണ്ടുന്നത് ഒരു മുട്ട വേണം. അത് ഞാൻ അതിൻ്റെ മേലെ വായു അറിയണ്ടല്ലോ, അതിൻ്റെ മേലെ അങ്ങനെ പൊട്ടിക്കണം. ഇത് പൊട്ടിച്ചിട്ട് അല്ല ഇത്ര, എന്നിട്ട് ആ മുട്ട മൊത്തം ഇതിലേക്ക് ഇടണം. പിന്നെ വേണ്ടുന്നത് ആവശ്യത്തിനുള്ള വെള്ളം. ഒരു ബൗളിൽ വെള്ളം ഒഴിക്കുക. പിന്നെ അടുത്ത ഒരു ബൗൾ കൂടി വെള്ളം ഒഴിക്കണം. അടുത്ത ബൗളും കൂടി വെള്ളം ഒഴിക്കണം. എന്നിട്ട് ഒരു 3 ബൗള് വെള്ളം ഒഴിക്കണം കേട്ടോ. 3 ബൗള് വെള്ളം കണ്ട. അത്ര ഒഴിച്ചിട്ട് ഇവനൊന്ന് എന്ത് ചെയ്ത് ഇളക്കി യോജിപ്പിച്ച് വെക്കണം, കട്ട കെട്ടാതെ. കെട്ടാതെ ഇങ്ങനെ ഇളക്കി യോജിപ്പിച്ച് കൊണ്ടിരിക്കണം. ഇത് അവിടെ ഇരിക്കട്ടെ. അതിൻ്റെ അടുത്ത് നമ്മൾ വേറൊരു പരിപാടി, ഇതിലേക്ക് കുറച്ച് ചേരുവയും കൂടി ചേർക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചോപ്പർ എടുത്തിട്ട് അതിലേക്ക് ഒരു ഹാഫ് ഓണിയൻ എടുത്തിട്ട് ഇതിലേക്ക് അരിഞ്ഞിടണം. പിന്നെ അതിന് ശേഷം ഒരു പച്ചമുളക്, അതും ഇതേപോലെ അരിഞ്ഞിടണം. എരിവിനനുസരിച്ചിട്ടാണ് കേട്ടോ. അപ്പം ഞാനൊരു ചെറുതും കൂടി എടുത്തിട്ടാണ്. പിന്നെ അതിന് ശേഷം കുറച്ച് മല്ലിയില, കുറച്ച് കറിവേപ്പില കണ്ടോ. കുറച്ച് മല്ലിയില, കുറച്ച് കറിവേപ്പില, അതും ഇതിലേക്ക് ഇടണം. പിന്നെ ഒരു ഹാഫ് ക്യാരറ്റ്. എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്കൊന്ന് ചോപ്പറിൽ വെച്ച് അരച്ച് യോജിപ്പിച്ച് ഇതിലേക്ക് ശരിക്കും ചോപ്പറാണ്. അപ്പം ക്യാരറ്റൊക്കെ നമുക്ക് പിള്ളേർ കഴിക്കത്തില്ലല്ലോ, അവർക്കും ഇതേപോലെ ചെയ്ത് കൊടുക്കുമ്പോൾ അവർ ഈ ദോശയും കാര്യമൊക്കെ കഴിക്കും. ഇപ്പം ശരിക്കും അരഞ്ഞിട്ടുണ്ട് കണ്ടോ.
അത് ഇതിലേക്ക് മൊത്തം ചേർക്കണം കേട്ടോ. ഇതിങ്ങനെ ഒന്ന് യോജിപ്പിച്ചിട്ട് ഇനി ഇതിലേക്ക് വേണ്ടുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. അത് മതി. പിന്നെ കുറച്ച് നല്ല ജീരകം കേട്ടോ, ഒരു നുള്ള് നല്ല ജീരകം. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചിട്ട് അതിലേക്ക് ഒരു ബൗളും കൂടി വെള്ളം ഒഴിക്കും കേട്ടോ. ഇത്രയും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് യോജിപ്പിക്കണം കണ്ടോ. കട്ടയില്ലാതെ എല്ലാം നമ്മൾ കലക്കിയെടുത്തു. എന്നിട്ട് ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പം മൂടി വെച്ചതിന് ശേഷം ഇതിങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. പിന്നെ അതിന് ശേഷം നമുക്ക് ചുട്ടെടുത്താൽ മതി. അപ്പം ഈ മുട്ടയുടെ തോട് നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. മുട്ടയുടെ തോട് അതാ നമ്മൾ എന്ത് ചെയ്യണമെന്ന് ആദ്യം ഒന്ന് ഇങ്ങനെ ഒന്ന് കഴുകണം. കണ്ട ഇങ്ങനെ ഒന്ന് കഴുകിയിട്ട് എന്താ ചെയ്യേണ്ടത്, ഇതാ മുട്ട കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നതുണ്ടാവും മുട്ടയുടെ തോട്. അപ്പം ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഉണങ്ങി കിട്ടിയുമ്പോഴത്തേക്കും നമ്മൾ ചെടിയിലിടുകയും ചെയ്യാം. കാണുമ്പോൾ ഒരു ഭംഗിയുമായിരിക്കും. അപ്പോൾ ഇത് അതേപടി ഇതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. അവിടെ ഇരുന്നു കണ്ട, അവിടെ ഇരുന്നു. ഇതാണ് എൻ്റെ ബാൽക്കണിയിലുള്ള ചെടി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും നല്ല രീതിയിൽ കണ്ടോ ഏത് കാര്യമൊക്കെ കാണണം. കണ്ടോ. അപ്പം ഇനി നമുക്ക് ദോശ ചുടുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം അടുത്ത വീഡിയോയിലാണ് ഞാൻ ദോശ ചുടുന്നത് കാണിക്കുന്നത് കേട്ടോ. എന്ന് വെച്ചാൽ ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യണം. പിന്നെ ഓൺലൈൻ ക്ലാസ് ഉണ്ടെന്ന് ഹിന്ദി പഠിപ്പിക്കുന്നുണ്ട്. അപ്പം അതും കൂടി ആകുമ്പോഴത്തേക്കും എനിക്ക് അത് കഴിഞ്ഞിട്ടേ എനിക്ക് ദോശ ചുടാൻ പറ്റത്തുള്ളൂ കേട്ടോ. അതാണ് കേട്ടോ. ഓക്കെ, എല്ലാവരും എനിക്ക് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. പിന്നെ അതുകൂടാതെ എല്ലാവർക്കും വേണ്ടി ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട്. എനിക്ക് വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ. ഓക്കെ, ബൈ, നമസ്കാരം.